നമസ്കാരം. 1202 ചിങ്ങം 1 മുതൽ 1202 കർക്കിടകം 31 വരെ, അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെ ഒരു വർഷക്കാലം ഗ്രഹങ്ങളുടെ രാശിമാറ്റം വഴി കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതിനു മുമ്പ് ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ മുഴുവനായും കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ദോഷഫലങ്ങൾക്ക് ചെയ്യേണ്ട പരിഹാര മാർഗങ്ങളെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുവാൻ അപേക്ഷിക്കുന്നു. വർഷാരംഭത്തിൽ ശനി മീനൻ രാശിയിലും ഗുരു കർക്കിടകത്തിലും രാഹു കുംഭത്തിലും കേതു ചിങ്ങത്തിലും ആണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 1202 എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനി 5-ാം ഭാവത്തിലും 2027 ജൂൺ 3-ന് 6-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. വ്യാഴം 9-ാം ഭാവത്തിലും 2026 ഒക്ടോബർ 31-ന് 10-ാം ഭാവത്തിലേക്കും 2027 ജനുവരി 25-ന് വീണ്ടും 9-ാം ഭാവത്തിലേക്കും ജൂൺ 26-ന് വീണ്ടും 10-ാം ഭാവത്തിലേക്കുമായി മാറിക്കൊണ്ടിരിക്കുന്നു. രാഹു 4-ാം ഭാവത്തിൽ നിന്നും ഡിസംബർ 5-ാം തീയതി 3-ാം ഭാവത്തിലേക്കും, കേതു അതേപോലെ തന്നെ 10-ാം ഭാവത്തിൽ നിന്നും 9-ാം ഭാവത്തിലേക്കും രാശിമാറ്റം നടത്തുന്നുണ്ട്. വ്യാഴം 9-ാം ഭാവത്തിലാവുമ്പോൾ ഇവർക്ക് ധനപരമായി ഏറെ ഗുണകരമാണെങ്കിലും 10-ാം ഭാവത്തിലാവുമ്പോൾ ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. ശനി 5-ാം ഭാവത്തിലാവുമ്പോൾ ഇവർക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ശനി 6-ാം ഭാവത്തിലേക്ക് വരുന്നത് ഗുണകരമായിരിക്കും. രാഹു 4-ാം ഭാവത്തിൽ ആവുമ്പോൾ കാര്യതടസ്സങ്ങളും മാതാവിന് ക്ലേശവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും 3-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ ഗുണകരമായി മാറുന്നതാണ്. കേതുവിൻ്റെ സ്ഥിതി അത്ര ഗുണകരമല്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് 1202 തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉള്ളത്. ധനപരമായി പറയുകയാണെങ്കിൽ വർഷാരംഭത്തിൽ ധനപുരോഗതി ഉണ്ടാവുന്നതാണ്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനം വന്നു ചേരുന്നതാണ്. നിക്ഷേപം വർദ്ധിപ്പിക്കുവാനും ഈ സമയത്ത് കഴിയുന്നതാണ്. കടം കൊടുത്ത പണം തിരിച്ചു കിട്ടുവാനും സാധിക്കുന്നതാണ്. വായ്പക്ക് അപേക്ഷിക്കുന്നവർക്ക് വായ്പ ലഭിക്കുന്നതും ആണ്. ബിസിനസ് പരമായിട്ട് പുരോഗതി ഉണ്ടാവുന്നതും കൃഷി സംബന്ധമായിട്ട് ലാഭം ഉണ്ടാവുന്നതും ക്രയവിക്രയങ്ങളിൽ നേട്ടം ഉണ്ടാവുന്നതും ഒരു സമയമാണ്. തൊഴിൽപരമായി പറയുകയാണെങ്കിൽ തൊഴിൽ വിഘ്നം ഉണ്ടാകുവാൻ സാധ്യതയുള്ള വർഷമാണ്. സ്ഥാനഭ്രംശം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മേലധികാരിയുടെ സഹപ്രവർത്തകരുടെ അപ്രീതിക്ക് കാരണമാകുന്നതൊന്നും ഈ സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. സ്ഥലമാറ്റം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയില്ല. ജോലിയിൽ സ്ഥലമാറ്റം ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ അനുകൂല ദിക്കിലേക്ക് സ്ഥലം മാറ്റം വാങ്ങിയെടുക്കുവാൻ ഈ സമയത്ത് കഴിയുന്നതാണ്. വരുമാന വർധനവ് കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുവാനും കഴിയുന്നതാണ്. ജോലി സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. സർക്കാർ ജോലിക്കാർക്ക് ദോഷപരമായ എന്തെങ്കിലും സംഭവങ്ങൾ വന്നു ചേരുവാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. അതേപോലെ സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കേണ്ടവർക്ക് ഈ സമയത്ത് അതിന് കാര്യതടസ്സം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നാൽ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് തൊഴിൽ ലബ്ധി ഉണ്ടാകുന്ന വർഷം കൂടിയാണ്. ജോലിയിൽ നിന്നുള്ള വരവ് പ്രതീക്ഷിച്ചതുപോലെ വന്നുകൊള്ളണമെന്നില്ല. ധനാഗമനത്തിന് വിഘ്നം ഉണ്ടാകുവാൻ സാധ്യതയുള്ള വർഷം കൂടിയാണ്. ധനവരവിനനുസരിച്ച് ചിലവും ഉണ്ടാകുന്ന വർഷമാണ്. ചിന്തിക്കാതെ പ്രവർത്തനം മൂലം നഷ്ടം സംഭവിക്കാൻ ഇടവരുന്ന സമയം ആയതുകൊണ്ട് തന്നെ ധനപരമായി എന്ത് ഇടപാടുകൾ നടത്തുമ്പോഴും ആലോചിച്ച് സുതാര്യമായി ചെയ്യേണ്ടത് ആവശ്യമാണ്. ആഡംബര വസ്തുക്കൾ അനാവശ്യമായി വാങ്ങിക്കൂട്ടുന്നത് ഈ സമയത്ത് ഉചിതമല്ല. ധനച്ചിലവ് ഉണ്ടാവുകയും അതുവഴി വായ്പ വാങ്ങേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കേണ്ടത് ഉണ്ട്. കുടുംബപരമായി പറയുകയാണെങ്കിൽ
ഈ വർഷം സുഖവും സമാധാനവും ഉണ്ടാവുന്ന ഒരു വർഷമാണ്. ദമ്പതികൾ തമ്മിൽ കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന വർഷമാണ്. പരസ്പരം അംഗീകരിച്ച് പരസ്പരം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ സമയത്ത് ഇവർക്ക് സാധിക്കുന്നതാണ്. അകന്നു നിൽക്കുന്ന ബന്ധുക്കളുമായി അടുത്തു വരുവാനും അവർ തമ്മിൽ രമ്യതയിലുണ്ടാകുവാനും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവ സംസാരിച്ച് തീർക്കുവാനും ഒക്കെ ഈ സമയത്ത് കഴിയുന്നതാണ്. രാഷ്ട്രീയക്കാർക്ക് തൻ്റെ വാക്കിന് മറ്റുള്ളവർ അംഗീകാരം നൽകുന്ന ഒരു സമയമാണ്. ഇവർക്ക് കീർത്തിയും പ്രശസ്തിയും പദവിയും ഒക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നതാണ്. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ ഈ വർഷം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യകരമായി പറയുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. തക്കതായ ചികിത്സ നൽകാൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാതാവിന് അല്ലെങ്കിൽ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. രോഗമുള്ളവർക്ക് രോഗം മൂർച്ഛിക്കുവാനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ തത്സമയത്ത് തന്നെ ശ്രദ്ധിച്ച് ചികിത്സ നൽകേണ്ടതുണ്ട്. വീട് വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, പുതുതായി വീട് പണിയുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. വസ്തു വാങ്ങുവാനോ ക്രയവിക്രയം വഴി നേട്ടമുണ്ടാക്കുവാനും ഒക്കെ ഈ സമയത്ത് സാധിക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്ക് ഭൂമി ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കാവുന്ന വർഷം ആണ്. വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് തൊഴിൽ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമാണ്. പ്രതീക്ഷിച്ച രീതിയിൽ പഠനം നടത്തുവാൻ അവർക്ക് കഴിയുന്നതാണ്. പ്രതീക്ഷിച്ച കോഴ്സ് ലഭിക്കുവാനും ഉന്നത പഠനത്തിനും ഒക്കെ ഈ സമയത്ത് അവർക്ക് സാധ്യത കാണുന്നുണ്ട്. മത്സര പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടുവാനും ഈ സമയത്ത് അവർക്ക് കഴിയുന്നതാണ്. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ ഒരു സമയമാണ്. ബന്ധുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. കേസ്, വഴക്ക് എന്നിവ ഉണ്ടാകുവാനും അതുവഴി മനപ്രയാസം ഉണ്ടാകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മുൻദേഷ്യം കൂടുതൽ ആയതുകൊണ്ട് തന്നെ, എടുത്തുചാട്ടം കൂടുതൽ ആയതുകൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിച്ച് സംസാരിക്കേണ്ട സമയം കൂടിയാണ്. പാരമ്പര്യമായി കിട്ടേണ്ട സ്വത്തുക്കൾ കിട്ടാതിരിക്കുകയോ ഈ സമയത്ത് അതിന് തടസ്സം ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. വിവാഹിതരാകാൻ ആഗ്രഹിക്കുന്നവർക്കും അത് നടന്നു കിട്ടുന്നതാണ്. വിവാഹം, പിറന്നാൾ, സന്താനലബ്ധി എന്നിങ്ങനെയുള്ള മംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ നടക്കുവാൻ സാധ്യതയുള്ള വർഷം ആണ്. പൊതുവെ പറഞ്ഞാൽ 1202 ആണ്ട് സമ്മിശ്ര ഫലം ഉണ്ടാകുന്ന ഒരു വർഷമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക്. ദീർഘകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന പുണ്യക്ഷേത്ര ദർശനം നടത്തുവാൻ ഈ സമയത്ത് കഴിയുന്നതാണ്. ഇവരുടെ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും എന്നിവയൊക്കെ ചെയ്താൽ ഈ വർഷം ഇവർക്ക് ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിന് കഴിയുന്നതാണ്.